നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് തന്നെയാണ്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന്റെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് തന്നെയാണ്. അതിന്റെ നെക്സ്റ്റ് സെക്ഷൻ ആണ് നെക്സ്റ്റ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈൻ കൺവെൻഷൻ ആണ്. ഓക്കെ, നമ്മൾ സൈൻ കൺവെൻഷനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. സൈൻ കൺവെൻഷൻ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് സൈൻ കൺവെൻഷനെ പറ്റിയിട്ടാണ്. നോക്കൂ, ഇന്നലെ നമ്മൾ എഫ് എക്സ് എഫ് വൈ അതിന് രണ്ടിൻ്റെയും റിസൾട്ടൻ്റ് ആയ എഫും എന്താണെന്നും നമ്മൾ ഡീൽ ചെയ്യും, എങ്ങനെയാണ് ഇത് തമ്മിൽ റിലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഓക്കെ, എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ദ ഹൊറിസോണ്ടൽ കമ്പോണന്റ് അല്ലെ, ഹൊറിസോണ്ടൽ കമ്പോണന്റ്. എഫ് വൈ എന്താണ്? ഇറ്റ് ഈസ് ദ വെർട്ടിക്കൽ കമ്പോണന്റ് അല്ലെ. ഫോഴ്സിന്റെ വെർട്ടിക്കൽ കമ്പോണന്റും ഫോഴ്സിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റുമാണ് എഫ് വൈയും എഫ് എക്സ്. ഇതിന് രണ്ടിന്റെയും റിസൾട്ടന്റ് ആണ്, ഇതിന്റെ വെക്ടേഴ്സ് ആണ്. എഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ റിസൾട്ടന്റ് കമ്പോണന്റ് ആണ്, അതായത് രണ്ടിനെയും ആഡ് ചെയ്യുമ്പം കിട്ടുന്ന കമ്പോണന്റ്, റിസൾട്ടന്റ് കമ്പോണന്റ്. നമ്മൾ 4 കേസസ് കാണാൻ പോവുകയാണ്. കേസ് 1, അപ്പോ ഇത് എഫ് എക്സ് അല്ലേ, ആണല്ലോ, ഡൗട്ടില്ലല്ലോ. ഇത് എഫ് വൈ. അപ്പൊ ഇതിന്റെ റിസൾട്ടന്റ് എങ്ങനെ വരും? എഫ് എക്സ് ഏത് ഡയറക്ഷനിലോട്ടായിരിക്കുന്നേ? നോക്കൂ, നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. ഞാനിത് റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് വരച്ചതാണ്. ഇത് എക്സ് ആക്സിസ്, ഇത് y ആക്സിസ്, ഇത് പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്. ഓക്കെ, അറിയാമല്ലോ. അപ്പം ഇതെന്ത് ക്വാഡ്രന്റ് ആണ്? ഫസ്റ്റ് ക്വാഡ്രന്റ് പഠിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ, ട്രിഗണോമെട്രി. സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത കേസ് 1 എന്ന് പറഞ്ഞാൽ ഇറ്റ് കംസ് അണ്ടർ ഫസ്റ്റ് ക്വാഡ്രന്റ് അല്ലെ. ഫസ്റ്റ് ക്വാഡ്രന്റ് വരുന്ന കേസ് ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുമ്പം അവിടെ എഫ് എക്സ് കമ്പോണന്റും പോസിറ്റീവ് ആണ്, എഫ് വൈ കമ്പോണന്റ് പോസിറ്റീവ് ആണ്. അപ്പൊ റിസൾട്ടന്റ് എങ്ങനെ വരും? ഇതായിരിക്കില്ല റിസൾട്ടന്റ് എഫ്, റിസൾട്ടന്റ് എഫ്. therefore എന്തെന്ന് പറയാം? എല്ലാം പോസിറ്റീവ് ആണ്. എഫ് പോസിറ്റീവ്, എഫ് എക്സ് പോസിറ്റീവ്, എഫ് വൈ പോസിറ്റീവ്. എഫ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണ്ട, അതെന്തായാലും പോസിറ്റീവ് ആയിരിക്കും. എഫ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും അല്ലെ, എഫ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. കാരണം എന്തുകൊണ്ടാ? അതെ, രണ്ടിനെയും റിസൾട്ടന്റ് ആണ്. ഇതിനെയും സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്ത് റൂട്ട് എടുക്കുന്നതാണ് എഫ് എന്ന് പറഞ്ഞാൽ. അറിയാമല്ലോ, എഫ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എഫ് എക്സ് സ്ക്വയർ പ്ലസ് എഫ് വൈ സ്ക്വയർ ആണ്.
അപ്പം ഈ എഫ് എക്സോ എഫ് വൈയോ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നമ്മൾ സ്ക്വയർ എടുക്കണം. അപ്പൊ സ്ക്വയർ എടുക്കുമ്പോൾ നെഗറ്റീവ് കമ്പോണന്റ് നെഗറ്റീവ് ഒക്കെ പോസിറ്റീവ് ആവും. അതിന് പിന്നെ റൂട്ടും എടുക്കുകയാണ്. അപ്പൊ എന്തായാലും എഫ് എന്ന് പറയുന്ന കമ്പോണന്റ് എന്തായാലും പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ എഫ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണെന്നുള്ള കാര്യം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അതിന്റെ കമ്പോണന്റ് ഫോഴ്സ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കിയാൽ മതി. ഓക്കെ. Now coming to the next case, case 2. Coming to the next case. Okay. Okay, here. Sorry, I need to draw it like this. ഇങ്ങനെ നോക്കിയാൽ മതി. നോക്കൂ ഇവിടെ എഫ് വൈ എഫ് എക്സ് ഇങ്ങോട്ടാണ്. ഇവിടെ എഫ് എക്സ് എന്താണ്? ഇവിടെ എഫ് എക്സിന്റെ പ്രത്യേകത എന്താണ്? എഫ് എക്സ് നെഗറ്റീവ് ആണ്. എന്തുകൊണ്ടാ? ഇറ്റ് ഈസ് കമ്മിങ് ഇൻ ദ വിച്ച് ക്വാഡ്രന്റ്? ഇറ്റ്സ് കമ്മിങ് ഇൻ ദ വേസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ് അല്ലേ? എഫ് എക്സ് നെഗറ്റീവ് ആണ്, എഫ് വൈ പോസിറ്റീവ് ആണ്. സോ ഇറ്റ് ഈസ് കമ്മിങ് ഇൻ ദ സെക്കൻഡ് ക്വാഡ്രന്റ്. എന്നാൽ റിസൾട്ടന്റ് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇതാണ് സെക്കൻഡ് കേസ്. ഇനി കേസ് 3 നോക്കാം. ഫസ്റ്റ് കേസിൽ എഫ് എക്സും എഫ് വൈയും പോസിറ്റീവ്, സെക്കൻഡ് കേസിൽ എഫ് എക്സ് നെഗറ്റീവ് എഫ് വൈ പോസിറ്റീവ്. തേർഡ് കേസ് നോക്കാം. ഓക്കെ, എഫ് എക്സും എഫ് വൈയും വേറെ ഡയറക്ഷൻസിലാണ്. എഫ് എക്സ് നോക്കൂ ഇവിടെ താഴോട്ടാണ്, നെഗറ്റീവ് ആയിരിക്കും. എഫ് വൈ നെഗറ്റീവ് ആയിരിക്കും. മനസ്സിലായില്ലേ സംഭവം എന്ന് പറഞ്ഞാൽ? നോക്കൂ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒന്നുകൂടെ ഞാൻ പറയാണ്. ഇതെന്തായിരിക്കും? ഒറിജിൻ ആണ്. ഒറിജിൻ വിത്ത് റെസ്പെക്ട് ടു ഫോഴ്സ് കമ്പോണന്റ് റൈറ്റിലോട്ടോ മുകളിലോട്ടോ ആണ് പോകുന്നതെങ്കിൽ കമ്പോണന്റ് പോസിറ്റീവ് ആയിരിക്കും. റൈറ്റിലോട്ട് പോകുന്ന കമ്പോണന്റ് എന്തായാലും എക്സ് കമ്പോണന്റ് ആയിരിക്കും. മേളിലോട്ട് പോകുന്ന കമ്പോണന്റ് എന്തായാലും വൈ കമ്പോണന്റ് ആയിരിക്കും. ലെഫ്റ്റിലോട്ടോ താഴോട്ടോ പോകുന്ന ഫോഴ്സ് കമ്പോണന്റ് എന്തായിരിക്കും? ലെഫ്റ്റിലോട്ട് പോകുന്ന ഫോഴ്സ് കമ്പോണന്റ് നെഗറ്റീവ് ആയിരിക്കും. താഴോട്ട് പോകുന്ന ഫോഴ്സ് കമ്പോണന്റും നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ ആണോ? നമ്മൾ ഇപ്പൊ പഠിക്കുന്ന സംഭവം നമ്മൾ ഒരു ഡെറിവേഷനിലും ആ ഡെറിവേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസും ചെയ്യാനായിട്ട് യൂസ് ചെയ്യണം. നിങ്ങൾ ഈ പഠിക്കുന്ന സംഭവം നിങ്ങൾ ആക്ച്വലി മാത്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, വെക്ടേഴ്സ് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ വലിയ ഡെപ്തിലോട്ടൊന്നും പോകാത്തത്, ഒരുപാട് വലിയ വലിയ എക്സ്പ്ലനേഷൻസിലോട്ടൊന്നും പോകാത്തത്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇനി കേസ് 4 കൂടെ നോക്കാം. കേസ് 4 അതെ, നിങ്ങൾ ഗസ് ചെയ്ത പോലെ തന്നെ, അതായത് ഫോർത്ത് ക്വാഡ്രന്റ് ആണ് കാണിക്കുന്നത്. ഇത് തേർഡ് ക്വാഡ്രന്റ് ആണ്. തേർഡ് ക്വാഡ്രന്റ്. The resultant will be coming like this. റിസൾട്ടിനെ പറ്റി സംസാരിക്കേണ്ട ആവശ്യം വലുതായിട്ടില്ല. അപ്പൊ ഇവിടെ നോക്കൂ, എഫ് എക്സ് എന്താണ്? പോസിറ്റീവ് ആണ്. അതുപോലെ എഫ് വൈ എന്താണ്? നെഗറ്റീവ് ആണ്. ഓൾ പോസിറ്റീവ് വരുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റ്. എന്നാൽ ഏതെങ്കിലും ഒരു കമ്പോണന്റ് പോസിറ്റീവായിട്ട് നിൽക്കുന്നത് സെക്കൻഡും ഫോർത്ത് ക്വാഡ്രന്റ്. രണ്ടും നെഗറ്റീവ് ആവുന്നത് തേർഡ് ക്വാഡ്രന്റിൽ. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട്. നിങ്ങൾ പക്ഷേ ഫോഴ്സ് വെച്ചിട്ടല്ല പഠിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾ ഈ ഫോഴ്സ് വെച്ചിട്ടല്ല പഠിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, നോക്കൂ, ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പ്ലസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് മൈനസ് പ്ലസ് മൈനസ്. ഞാൻ ഈ എഫ് എക്സ് എഫ് വൈ എന്ന ഓർഡറിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, നിങ്ങളിത് പണ്ട് പഠിച്ചിട്ടുണ്ട്, കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സൈൻ കൺവെൻഷൻ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ പ്രോബ്ലംസ് ചെയ്യുമ്പം
നിങ്ങൾ ഈ സൈൻ കൺവെൻഷൻ കൂടെ ഓർക്കണം. ഞാൻ തൊട്ട് മുന്നേ, അതായത് കുറച്ച് കാര്യങ്ങൾ പറയുന്നതിന് തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞ കാര്യമാണ്. അതായത് നോക്കിയത്, അതായത് എന്താണ്, മുകളിലോട്ട് പോകുന്ന കമ്പോണന്റ് എല്ലാം, അതായത് ഫോഴ്സ് കമ്പോണന്റ് എല്ലാം പോസിറ്റീവ്, താഴോട്ട് വരുന്നതെല്ലാം നെഗറ്റീവ്, റൈറ്റിലോട്ട് പോകുന്നതെല്ലാം പോസിറ്റീവ്, അതുപോലെ ലെഫ്റ്റിലോട്ട് വരുന്നതെല്ലാം നെഗറ്റീവ്. ഇത് മെയിൻലി കമ്പോണന്റ് Fx കമ്പോണന്റ് ആയിരിക്കും, ഇത് മെയിൻലി Fy കമ്പോണന്റ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് വരുന്നത് ഒരു ഡെറിവേഷൻ ആണ്. നമ്മള് കോപ്ലാനാർ ആൻഡ് കൺകറന്റ് ഫോഴ്സസ് എന്താണെന്ന് നമ്മൾ കുറച്ച് ലെക്ചേഴ്സ് മുന്നേ നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രൂഫ് ഉണ്ട്. അതായത് റിസൾട്ടന്റ്, അതായത് നമ്മൾ കമ്പോണൻസും റിസൾട്ടന്റും തമ്മിലുള്ള ഒരു റിലേഷൻ നമ്മൾ കഴിഞ്ഞ തവണ റിലേറ്റ് ചെയ്ത, പക്ഷെ അത് ഒരു സിംഗിൾ ഫോഴ്സ് മെമ്പർ ഉള്ള കേസിലാണ് നമ്മൾ ആ ഒരു റിലേഷൻ നമ്മൾ ജനറേറ്റ് ചെയ്തത്. അതായത് നോക്കൂ, കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൂവ് ചെയ്ത പ്രൂഫ് എന്ന് പറഞ്ഞാൽ Fx is equal to F cos theta എന്നും Fy is equal to F sin theta എന്നും പ്രൂവ് ചെയ്തു. പക്ഷെ ഇത് എങ്ങനത്തെ കേസിലാണ് നമുക്ക് ഇത് ആപ്ലിക്കബിൾ? ഒറ്റ ഫോഴ്സ് മാത്രമുള്ള കേസിലായിരിക്കും നമുക്ക് ഒറ്റ ഫോഴ്സ്, അതായത് Fx, Fy, F, അങ്ങനെ എഫിന്റെ കമ്പോണൻസ് ആയ Fx ഉം Fy മാത്രമുള്ള കേസസിൽ മാത്രമാണ് നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇനി നമുക്ക് ഫോഴ്സ് സിസ്റ്റത്തിന്റെ കേസിൽ, അതായത് ഒരു സിസ്റ്റം ഓഫ് ഫോഴ്സസ്, അതായത് റിസൾട്ടന്റ് ആൻഡ് equilibrium of coplanar concurrent force system. Okay, നമ്മൾ ഇതിന്റെ റിസൾട്ടന്റും ഒരു റിലേഷൻ ഉണ്ടാക്കി എടുക്കുകയാണ്. ഓക്കെ, by using that relation you will be able to do problems. വളരെ സിമ്പിൾ റിലേഷൻ ആണ്. നിങ്ങൾക്ക് ഈ പ്രൂഫ് അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ ഈ റിലേഷനും കാണാതെ അറിഞ്ഞിരിക്കണം. വളരെ സിമ്പിൾ റിലേഷൻ ആണ്, നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും, അത് ഉറപ്പാണ്. ഒരു എളുപ്പമുള്ള പ്രൂഫുമാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ പ്രൂഫ് അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ഈ റിലേഷൻ മാത്രം മതി, അവസാനമുള്ള റിലേഷൻ മാത്രം മതി പ്രോബ്ലം ചെയ്യാനായിട്ട്. പക്ഷേ ഈ പ്രൂഫ് നമ്മൾ പഠിക്കണം. ഓക്കെ, നമ്മള് ഒരു സിസ്റ്റം ഓഫ് ഫോഴ്സസിന്റെ, അതായത് നമുക്കിപ്പം ഒരു പോയിന്റിലേക്ക് ഒരു സിസ്റ്റം ഓഫ് ഫോഴ്സസ് ആക്ട് ചെയ്യണമെങ്കിൽ ആ ഫോഴ്സ് സിസ്റ്റത്തിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആ ഫോഴ്സസിനെ എല്ലാം റിസോൾവ് ചെയ്യണം. നോക്കൂ, ആ ഫോഴ്സ് സിസ്റ്റത്തിനെ നമ്മൾ റിസോൾവ് ചെയ്താൽ മാത്രമേ we can only then we can, for example ഞാനൊരു XY കോർഡിനേറ്റ് വരയ്ക്കുകയാണ്. through a point O
through a point O, if forces F1, F2, and similarly so many forces acts. എന്നാൽ ഈ ഫോഴ്സസിന്റെയൊക്കെ റിസൾട്ടന്റ് കണ്ടുപിടിക്കണമെങ്കിൽ we need to resolve each component. അതായത് F1ന് രണ്ടായിട്ട് റിസോൾവ് ചെയ്യണം, F2ന് രണ്ടായിട്ട് റിസോൾവ് ചെയ്യണം, എന്നിട്ട് വേണം നമ്മൾ റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ. അപ്പോൾ അതിന്റെ ഒരു ഡെറിവേഷൻ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ഒരു പ്രൂഫിന്റെ ഡെറിവേഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഈ പടം കൊണ്ടുവരുന്ന നമുക്ക് തുടങ്ങാം. നോക്കൂ, F1, F2 എന്ന് പറയുന്ന രണ്ട് ഫോഴ്സ് കമ്പോണൻസ് ഉണ്ട്. ഈ ഫോഴ്സ് കമ്പോണന്റിന്റെ റിസൾട്ടന്റ് ആണ് R എന്നാണ് കമ്പോണന്റിന്റെ പേര്. R ആണ് F1ന്റെയും F2ന്റെയും റിസൾട്ടന്റ്. F1ന്റെയും F2ന്റെയും റിസൾട്ടന്റ്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനെ ഈ പ്രൂഫിന്റെ കാര്യത്തിന് വേണ്ടി, അതായത് നമ്മൾ പ്രൂഫ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ ജോയിൻ ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ജോയിൻ ചെയ്യണം such that it will form a OA BC, forming a parallelogram OABC. നിങ്ങൾക്ക് അത് പാരലോഗ്രാം ആയിട്ട് തോന്നൂല, പക്ഷേ ഇത് പാരലോഗ്രാം ആണ്. നമുക്ക് ഈ പ്രൂഫ് ചെയ്യാനായിട്ട് ഇത് പാരലോഗ്രാം ആക്കണം. such that OA parallel to BC and OA equal to BC. OA equal to one AB parallel to OC, AB equal to OC. നിങ്ങൾക്ക് ഇത് അറിയാമല്ലോ, പ്രൂഫ് അറിയാമല്ലോ. ഓക്കെ, നമ്മൾ ഇത് വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാല് ഓക്കെ, ഞാൻ ഇവിടത്തെ പോയിന്റ്സിനെ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണേ. നമ്മുടെ എക്സ് ആക്സിസിലേക്കും വൈ ആക്സിസിലേക്കും നമുക്ക് ഈ പോയിന്റ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഈ പ്രൂഫ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ മുകളിലോട്ട് വരുന്ന പോയിന്റ് ആണ്, വരച്ചപ്പോൾ ശരിയായില്ല. ഞാൻ ഈ പോയിന്റ്സിനെ എം ഡാഷ് എം ഡബിൾ ഡാഷ് എന്ന് വിളിക്കാം. എൻ ഡാഷ് എൻ ഡബിൾ ഡാഷ് എന്ന് വിളിക്കുക. ഓക്കെ, ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണേ. ഞാനിനി എഴുതുന്ന ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കണ്ടോളൂ. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫ്രം ദ ഫിഗർ, നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ റിലേഷൻ ഉണ്ടാക്കലാണ്. അപ്പം റിലേഷൻ ഉണ്ടാക്കാൻ ഒരു പെർട്ടിക്കുലർ മെത്തഡോളജി ഉണ്ട്.
ഫ്രം എക്സ് ആക്സിസ്. എക്സ് ആക്സിസിനെ നമ്മൾ നോട്ട് ചെയ്യാം. എക്സ് ആക്സിസ് നമ്മൾ ഒബ്സർവ് ചെയ്യണം. ഓക്കെ, എക്സ് ആക്സിസിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ നോക്കൂ, എക്സ് ആക്സിസിൽ ഒ എം ഡബിൾ ഡാഷ് കണ്ടോ നിങ്ങൾ? ഒ എം ഡബിൾ ഡാഷ്, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒ എം ഡബിൾ ഡാഷ്, ആ ലെങ്ത് കണ്ടല്ലോ. ഈ ഒ എം ഡബിൾ ഡാഷിനെ ഒ എം ഡബിൾ ഡാഷ് എന്ന് പറയുന്ന ആ ലെങ്ത് ഞാൻ സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ, ഇൻറ്റു, ശ്രദ്ധിച്ചോണേ, ലൈൻസ് നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഒ എം ഡാഷ് പ്ലസ് എം ഡാഷ് പ്ലസ് എം ഡബിൾ ഡാഷ്, അങ്ങനെയല്ല, സോറി, ഒ എം ഡാഷ് പ്ലസ് എം ഡാഷ് എം ഡബിൾ ഡാഷ്, ഒ എം ഡാഷ് പ്ലസ് എം എം ഡബിൾ ഡാഷ്, എം ഡാഷ് എം ഡബിൾ ഡാഷ്, എം ഡാഷ് എം ഡബിൾ ഡാഷ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഒ എം ഡബിൾ ഡാഷിനെ ഒ എം ഡാഷ് പ്ലസ് എം ഡാഷ് എം ഡബിൾ ഡാഷ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നോക്കൂ, ഒ എം ഡാഷ് എന്താണ്? ഒ എം ഡാഷ് എന്ന് പറഞ്ഞാൽ ഇതിനെ കുറച്ചും കൂടെ അനലിറ്റിക്കലായിട്ട് നിങ്ങൾ നോക്കണം. ഒ എം ഡാഷ് എന്ന് പറഞ്ഞാൽ ഒരു ഹൊറിസോണ്ടൽ ലെങ്ത് ആണ്. ഓക്കെ, ഞാൻ കളർ മാറ്റാം. ഒ എം ഡബിൾ ഡാഷ് ഇത്രയും വലിയ ലെങ്ത് ആണ്. ഓക്കെ, ഒ എം ഡബിൾ ഡാഷ്, ഒ എം ഡബിൾ ഡാഷ്, ഇത് അങ്ങനെ പ്രൂവ് ചെയ്യാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പാടാണ്. എം ഡാഷ് ഇവിടെ കിടക്കുന്നു, എം ഇവിടെ കിടക്കുന്നു. എം എന്ന് പറഞ്ഞാൽ ഒരു ഹൊറിസോണ്ടൽ ലൈനാണ്. നമുക്ക് ഇത് എന്താണെന്ന് പോലും അറിഞ്ഞൂടാ. സോറി, ഒ എം ഡാഷ്, നമുക്ക് ഒ എം ഡാഷ് ആണ് വേണ്ടത്, ഒ എം അല്ല, ഒ എം ഡാഷ് ആണ് വേണ്ടത്. നോക്കൂ, ഈ ഒ എം ഡാഷ് എന്ന് പറഞ്ഞാൽ നോക്കൂ, പിന്നെ മോളില് ഇങ്ങനെയുള്ളൊരു കമ്പോണന്റ് കണ്ടോ, അതായത് F2, അതായത് OC. ഈ OC അല്ലെങ്കിൽ F2ന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് അല്ലേ ഈ ഒ എം ഡാഷ്? ഡൗട്ട് ഉണ്ടോ? ഹൊറിസോണ്ടൽ കമ്പോണന്റ് അല്ലേ ഒ എം ഡാഷ്? ഇപ്പൊ ഞാനത് അവിടെ എഴുതേണേ. നോക്കൂ, ഒ എം ഡാഷിന്റെ അവിടെ OC, ഇവിടെ ആംഗിൾ ഞാൻ കൊടുത്തില്ല, സോറി 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 സോറി, ഞാൻ ഇവിടെ ആംഗിൾ കൊടുത്തില്ല. ലെറ്റ് ദിസ് ബി ആംഗിൾ ആൽഫ 1, കംപ്ലീറ്റ് ആംഗിൾ ബി ആൽഫ 2, ഈ റെഡും ആയിട്ടുള്ള ആംഗിൾ ഞാൻ തീറ്റ എന്ന് വിളിക്കുകയാണ്. ഓക്കെ, ഞാൻ ആംഗിൾ കൊടുക്കാൻ പറഞ്ഞു. ഓക്കെ, OC ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ്. ഓക്കെ, ആൽഫ 1 എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ആക്സിസുമായിട്ടുള്ള ആംഗിൾ ആണ് ആൽഫ 1. ഓക്കെ, ഞാൻ ഈ ആംഗിളിനെ OC കോസ് ആൽഫ 1 എന്ന് വിളിച്ചാൽ പ്രശ്നമുണ്ടോ? OC കോസ് ആൽഫ 1, അതായത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ആംഗിളുമായിട്ട് ചേർന്ന് വരുന്നത് കോസ് കമ്പോണന്റ് ആയിരിക്കും. ഓക്കെ, പ്ലസ് ഇനി എം ഡാഷ് എം ഡബിൾ ഡാഷ് എന്താണെന്നാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. നോക്കൂ, എം ഡാഷ് എം ഡബിൾ ഡാഷ് ആക്ച്വലി വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ആർബിട്രറി ലൈനാണ്. ഓക്കെ, ഈ ആർബിട്രറി ലൈൻ എന്ന് പറഞ്ഞാൽ CB ആണ്, അല്ലെങ്കിൽ BC ആണ്. ഓക്കെ, നോക്കൂ, ഈ BC എന്ന് പറഞ്ഞാല് BCയുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ്. നോക്കൂ, BC അല്ല വേണ്ടത്, ഈ BCയുമായിട്ട് ചേർന്ന് വരുന്ന ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, BCയുമായിട്ട് ചേർന്ന് വരുന്ന ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ് നമുക്ക് വേണ്ടത്. എന്നാൽ ഈ BC നമുക്ക് അറിയത്തില്ല, പക്ഷേ നമുക്കറിയാം BC എന്ന് പറഞ്ഞാല് OAയുമായിട്ട് ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതായത് പാരലോഗ്രാം ആണെന്നും ഇത് OA ആണെന്നും നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ എം ഡാഷ് എം ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാല് OA എന്ന് പറഞ്ഞ കമ്പോണന്റിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയിരിക്കത്തില്ലേ? OA ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറയാം. നോക്കൂ, എം ഡാഷ് എം ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞ കമ്പോണന്റ് എന്ന് പറഞ്ഞാല് നോക്കൂ, BC എന്ന് പറഞ്ഞ കമ്പോണന്റിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ്. പക്ഷെ നമ്മൾ ഈ BC എന്ന് പറഞ്ഞ ഒരു ആർബിട്രറി ലൈനാണ്. സിയിൽ നിന്ന് നമ്മുടെ റിസൾട്ടന്റിന്റെ അറ്റത്തേക്ക് വരച്ചത് ബിയിലേക്ക് നമ്മൾ വരച്ച ഒരു ആർബിട്രറി ലൈനാണ്. എന്നാൽ ഈ BC എന്ന് പറഞ്ഞ കമ്പോണന്റ്
ഈ ആർബിട്രറി ലൈൻ നമ്മുടെ OA-യുമായിട്ട് ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് ഇത് പാരലോഗ്രാം ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഈ M ഡാഷ് M ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് OA-യുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയിരിക്കത്തില്ല എന്നാണ് ചോദിക്കുന്നത്. OA എന്ന് പറഞ്ഞാൽ ഈ ലൈനാണ്. OA എന്ന് പറഞ്ഞാൽ ഈ ലൈനാണ്. ഈ ലൈനിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയിരിക്കത്തില്ലേ? ആയിരിക്കും. ഞാനിവിടെ എഴുതുകയാണ്. OA എന്ത് വരും? കോസ് ആൽഫ 2. ഓക്കെ. ഇനി OM ഡബിൾ ഡാഷ് എന്തായിരിക്കും? OM ഡബിൾ ഡാഷ് നോക്കൂ. ഈ OM ഡബിൾ ഡാഷ് എന്ന് പറയുന്ന സാധനം ആക്ച്വലി OM ഡബിൾ ഡാഷ് എന്ന് പറയുന്ന സാധനം ശരിക്കും പറഞ്ഞാൽ ഈ റിസൾട്ടന്റ് കമ്പോണന്റിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് അല്ലേ? റിസൾട്ടന്റിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് അല്ലേ? ആണ്. നിങ്ങൾക്ക് ആ പടം നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ. റിസൾട്ടിൽ നിന്ന് ഞാൻ അങ്ങനെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എഴുതാം. R cos ആംഗിൾ എന്താണ്? തീറ്റ. ആൽഫ 1 ആൽഫ 2 അല്ല. ഓക്കെ. ഞാൻ അതിന്റെ നൊട്ടേഷൻസിലേക്ക് മാറ്റുകയാണ്. R cos തീറ്റ. ഫിഗർ നോക്കുമ്പോൾ OC എന്താണെന്ന് മനസ്സിലാവും. OC എന്ന് പറഞ്ഞാൽ F2 ആണെന്ന് മനസ്സിലാവും അല്ലെ? F2 ആണെന്ന് മനസ്സിലാവും. ഞാൻ അതിന്റെ ആംഗിൾ കൊടുത്ത് ശരിയായില്ല. F2 കോസ് ആൽഫ 2 ആണ് വരേണ്ടിയിരുന്നത്. ആൽഫ 2 ശരിക്കും പറഞ്ഞാൽ F2മായിട്ട് ചേർന്ന് വരേണ്ടതാണ്. ആൽഫ 1 ശരിക്കും F1മായിട്ട് ചേർന്ന് വരേണ്ടിയിരുന്നതാണ്. അത് തെറ്റിപ്പോയി. അത് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഡെറിവേഷൻ ചെയ്യുമ്പോൾ കറക്റ്റ് ആക്കിക്കൊള്ളണം. OA എന്ന് പറഞ്ഞാൽ എന്താണ്? F1 ആണ് അല്ലെ? F1 കോസ് ആൽഫ 2. ഓക്കെ. ഇനി അടുത്തത് ഇതാണ് ഫസ്റ്റ് റിലേഷൻ. ഫസ്റ്റ് റിലേഷൻ കിട്ടി. നെക്സ്റ്റ് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രം Y ആക്സിസ് ആണ്. ഫ്രം Y ആക്സിസ് ആണ്. ഫ്രം Y ആക്സിസ് ഞാൻ എഴുതുന്ന റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇതേപോലെ റിലേഷൻ ആണ്. ON ഡബിൾ ഡാഷ് ഈ ലൈനാണ് എടുക്കേണ്ടത്. ON ഡബിൾ ഡാഷ്. അതിന്റെ ഇടയിൽ N ഡാഷ് വരുന്നുണ്ട്, N വരുന്നുണ്ട്. ON ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു, ഈ റിലേഷൻ നിങ്ങൾ കാണാതെ അടഞ്ഞു വെച്ചിരുന്നത്. ON ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു ON ഡാഷ് പ്ലസ് N ഡാഷ് N ഡബിൾ ഡാഷ്. ഈ റിലേഷൻ നിങ്ങൾക്ക് കാണാതെ അറിയാമെങ്കിൽ തന്നെ ബാക്കി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നോക്കാം. ON ഡബിൾ ഡാഷ്. ഞാൻ ആ റിലേഷൻ നിങ്ങൾ ആ പടം നോക്കിക്കൊള്ളണം. ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യാൻ നിൽക്കുന്നില്ല. ഞാൻ എഴുതാൻ പോവാണ്. ജസ്റ്റ് ആ ഒരു എക്സ്പ്രഷൻ ഞാൻ എഴുതി പോവാണ്. ON ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ON ഡബിൾ ഡാഷ് ഈസ് R സൈൻ തീറ്റ. എന്തുകൊണ്ടാണ്? റിസൾട്ടിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് ആണ്. ഓക്കെ. ON ഡാഷ് എന്തായിരിക്കും? ON ഡാഷ് എന്ന് പറഞ്ഞാൽ അതൊരു വെർട്ടിക്കൽ കമ്പോണന്റ് ആണ്. അത് F1ന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് ആണ്. അതുകൊണ്ട് F1 സൈൻ ആൽഫ 2 പ്ലസ് N ഡാഷ് N ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ചേർന്ന് വരുന്നത് ഒരു ആർബിട്രറി ലൈൻ ആണ്. ആ ലൈൻ എന്ന് പറഞ്ഞാൽ AB ആണ്. AB എന്ന് പറഞ്ഞാൽ OC-യുമായിട്ട് ഈക്വൽ ആണ്. അപ്പൊ OC-യുടെ വെർട്ടിക്കൽ കമ്പോണന്റ് ആണ്. OC എന്ന് പറഞ്ഞാൽ F2 ആണ്. അപ്പൊ F2 സൈൻ ആൽഫ 1. ഓക്കെ. നിങ്ങൾ ഈ ആൽഫ 1 ആൽഫ 2 എന്നുള്ള സാധനം നിങ്ങൾ കറക്റ്റ് ആയിട്ട് F1-ഉമായിട്ട് ചേർന്ന് ആൽഫ 1 കൊടുക്കുക, F2-മായിട്ട് ചേർന്ന് ആൽഫ 2 കൊടുക്കുക. അങ്ങനെ കൊടുക്കാത്തതുകൊണ്ടാണ് എനിക്ക് ഇവിടെ ഇങ്ങനെ F1 സൈൻ ആൽഫ 2 എന്ന് പറഞ്ഞു വന്നത്. ഡെറിവേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ പടം വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് വരച്ചാൽ മതി. എന്നാൽ ഇങ്ങനത്തെ മിസ്റ്റേക്സ് ഒന്നും ഉണ്ടാവില്ല. ഞാനത് പെട്ടെന്ന് വരച്ചപ്പം ആൽഫ ആംഗിൾ ഞാൻ പിന്നെയല്ലേ കൊടുത്തത്, അങ്ങനെ കൊടുത്തപ്പം ഉണ്ടായ ഒരു മിസ്റ്റേക്ക് ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് രണ്ട് റിലേഷനും കിട്ടി. ഈ രണ്ട് റിലേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. F1-ഉം 2-ഉം ഈ രണ്ട് റിലേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഇതിൽ നിന്ന് R കണ്ടുപിടിക്കാം. അതായത് റിസൾട്ടന്റ് കമ്പോണന്റ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് R കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. മനസ്സിലായില്ലേ? അതായത് ഇപ്പൊ നമ്മൾ ചെയ്ത ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ഇക്വേഷൻ നമ്പർ 1 നോക്കൂ. ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ റിലേറ്റ് ചെയ്ത ഇക്വേഷൻ നമ്പർ 1, അതായത് R cos തീറ്റ ഇസ് ഈക്വൽ ടു F1 കോസ്, ഞാൻ ഇങ്ങനെ എഴുതണേ, കോസ് ആൽഫ 2 ഇങ്ങനെ തന്നെ മതി. F2 കോസ് ആൽഫ 1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റിസൾട്ടന്റ് ഓഫ് horizontal component of forces.
horizontal component of forces. രണ്ടാമത് ഇക്വേഷൻ നമ്പർ 2 r sin theta എന്ന് പറഞ്ഞാൽ f1 sin alpha 2 plus f2 sin alpha 1. Okay. The resultant of vertical components. ഈ റിലേഷനെ നമുക്ക് ഇങ്ങനെ എഴുതാം, r cos theta is equal to, നമ്മൾ ഇതിനെ ഈ f1 cos alpha 2 plus f2 cos alpha 1 നമ്മൾ സിഗ്മ f h എന്ന് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ സിഗ്മ f x എന്ന് കൊടുക്കാറുണ്ട്. അതായത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് റിസൾട്ടന്റ് അല്ലേ, അതുപോലെ r sin theta is equal to സിഗ്മ f p അല്ലെങ്കിൽ സിഗ്മ f y എന്ന് കൊടുക്കാറുണ്ട്. ഇത് ഇക്വേഷൻ 3, ഇത് ഇക്വേഷൻ 4. Now we need to find the angle of the resultant with respect to positive x-axis. Okay. Now we have to find the angle of resultant with respect to positive x-axis. Okay. With respect to positive x-axis, നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. നോക്കൂ, ശ്രദ്ധിക്കണേ. നമ്മൾ റിസൾട്ടന്റ് കണ്ടുപിടിച്ച് വരുമ്പോൾ സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ ആക്സിസിൽ വരും, സിഗ്മ എഫ് വൈ എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിൽ വരും, റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കാൻ പോണ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ ആണ്. നമ്മൾ മറ്റേ ഇക്വേഷനിൽ നമ്മൾ നേരത്തെ നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിച്ചില്ല, ഇതാണ്ട് മോളിൽ കിടക്കുന്ന ഇക്വേഷൻ ഇല്ലേ, ഇതിനകത്ത് നമുക്ക് കോസ് തീറ്റയിലും സൈൻ തീറ്റയിലുള്ള ആ തീറ്റ എന്ന് പറഞ്ഞ കമ്പോണന്റ് നമുക്ക് അറിഞ്ഞുകൂടായിരിക്കും. നമ്മൾ ഈ ഡെറിവേഷൻ കഴിഞ്ഞിട്ട് ആ തീറ്റ എന്ന് പറഞ്ഞ കമ്പോണന്റ് കണ്ടുപിടിക്കണം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 3/4 എടുക്കുകയാണ്. അല്ല, 3/4 വേണ്ട, 4/3 എടുക്കാം. 4/3 എടുക്കുകയാണ്. 4/3 എടുക്കുമ്പോൾ എന്ത് വരും? r sin theta by r cos theta is equal to sigma f b by sigma f h. Okay. Sigma f b by sigma f h. ഇതിൽ നിന്നും നമ്മൾ r കട്ട് ചെയ്ത് കളയുന്നു. Therefore we get tan theta is equal to sigma f b by sigma f h എന്ന് കിട്ടും. Okay. ഇതിൽ നിന്ന് നമുക്ക് വേണ്ടത് എന്താണ്? തീറ്റയാണ് വേണ്ടത്. തീറ്റ is equal to tan inverse of sigma f b by sigma f h എന്ന് കിട്ടും. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് tan inverse ആണ് കണ്ടുപിടിക്കേണ്ടത്. Therefore നമുക്ക് ഇവിടുന്ന് തീറ്റ കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് തീറ്റ കിട്ടും. ഓക്കെ, ഇത്രയും മനസ്സിലായോ? അപ്പം നമുക്ക് മൂന്ന് റിലേഷൻ കിട്ടി. ആ റിലേഷൻ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. ഇത് കഴിഞ്ഞ് നമുക്ക് ചെറിയൊരു കാര്യം കൂടെ നമുക്ക് നോക്കാനുണ്ട്. നോക്കാം. ഫസ്റ്റ് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, r cos theta is equal to ഫസ്റ്റ് റിലേഷൻ. സെക്കൻഡ് റിലേഷൻ പിന്നെ അതുപോലെ തേർഡ് റിലേഷൻ എന്ന് പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെയുള്ള ഒരുപാട് തലവേദനകൾ. ഓക്കെ, നമ്മൾ തേർഡ് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് തീറ്റ. എന്നാൽ ഈ തീറ്റയ്ക്ക് നമ്മൾ 2-3 കേസസ് ഉണ്ട്, അതുകൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് നിർത്താം. നോക്കൂ, ഞാൻ പറഞ്ഞു ഇത് തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ ഈ തീറ്റ അല്ല വേണ്ടത്, നമുക്ക് വേറെ സംഭവം കൂടെ വേണം. ദ ആംഗിൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ആണ് വേണ്ടത്. ഞാൻ തീറ്റ ജനറലൈസ് ചെയ്ത് പറഞ്ഞതാണ്. നോക്കൂ,
fx fy r തീറ്റ. ഈ തീറ്റ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ടാൻ ഇൻവേഴ്സ് ഓഫ് fy ബൈ fx ഇതൊക്കെ നമുക്ക് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഇത് ആംഗിൾ വിത്ത് റെസ്പെക്ട് ടു പോസിറ്റീവ് എക്സ് ആക്സിസ് ആണ്. ഇത് പോസിറ്റീവ് എക്സ് ആക്സിസ് ആണ്. ആംഗിൾ വിത്ത് റെസ്പെക്ട് ടു പോസിറ്റീവ് എക്സ് ആക്സിസ്. എന്നാൽ സെക്കൻഡ് കേസ്, അതായത് എഫ് എക്സ് നെഗറ്റീവ് ആണ്, എഫ് വൈ പോസിറ്റീവ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു മോഡുലസ് സിമ്പലും കൂടെ ഉണ്ടേ, മോഡുലസ് കൂടെ കൊടുക്കണേ. മോഡുലസ് അതായത് എഫ് വൈ എഫ് എക്സും നെഗറ്റീവ് ആണെങ്കിലും അവിടെ പോസിറ്റീവ് തന്നെ നിൽക്കും. പോസിറ്റീവായിട്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കണക്ക് കംപ്ലീറ്റ്ലി തെറ്റും. റിസൾട്ടന്റ് ഇതാണെന്ന് വിചാരിക്കുക, അത് വരച്ചപ്പോൾ ശരിയാവാത്തതാണ്. റിസൾട്ടന്റ് ഇതാണ്, ഈ ആംഗിൾ ആണ് തീറ്റ. ഇതേ റിലേഷൻ യൂസ് ചെയ്ത് ഇതിനെ തീറ്റ കണ്ടുപിടിക്കണം. പക്ഷെ നമുക്ക് ഇവിടെ വേണ്ടത് ഞാൻ പറഞ്ഞു പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ട് റെസ്പെക്ട് ഉള്ള ആംഗിൾ ആണ് നമുക്ക് വേണ്ടത്. അതായത് ഈ ആംഗിൾ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, തീറ്റ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. നമുക്ക് ഇവിടെ വേണ്ട മറ്റൊരു ആംഗിൾ ആണ് തീറ്റ ആർ എന്ന് പറയും. അതായത് റിസൾട്ടന്റിന്റെ ആംഗിൾ വിത്ത് റെസ്പെക്ട് ടു പോസിറ്റീവ് എക്സ് ആക്സിസ്. അതാണ് നമുക്ക് വേണ്ടത്. അത് വേറൊന്നുമില്ല, നമ്മൾ അവിടെ നമുക്ക് തീറ്റ നമ്മൾ കണ്ടുപിടിക്കുന്നു. തീറ്റ കണ്ടുപിടിച്ചിട്ട് തീറ്റ ആർ എന്ന് പറഞ്ഞാൽ നോക്കൂ, ഈ കംപ്ലീറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 ആണ്. നമുക്ക് വേണ്ട തീറ്റ ആർ ആണ്. അപ്പം ഈ തീറ്റ ആർ കിട്ടാനായിട്ട് 180 മൈനസ് തീറ്റ കണ്ടുപിടിച്ചാൽ പോരെ. 180 മൈനസ് തീറ്റ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീറ്റ ആർ കിട്ടും. ഓക്കെ, ഇതാണ് ഈ റിലേഷൻ. ഇനി തേർഡ് കേസ്, അതായത് തേർഡ് കേസ് ആണ് അടുത്ത് വരുന്നത്. അതായത് എഫ് എക്സ് ഇങ്ങോട്ട്, എഫ് വൈ ഇങ്ങോട്ട്, റിസൾട്ടന്റ് ഇങ്ങനെ, ആംഗിൾ ഇങ്ങനെ ആയിരിക്കും പറഞ്ഞത് തീറ്റ. നമുക്ക് വേണ്ടത് ആംഗിൾ വിത്ത് റെസ്പെക്ട് ടു പോസിറ്റീവ് എക്സ് ആക്സിസ് ആണ്, അതായത് തീറ്റ ആർ. തീറ്റ ആർ ആണ് വേണ്ടത്. അപ്പൊ തീറ്റ ആർ കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? തീറ്റ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും, അതായത് ടാൻ ഇൻവേഴ്സ് ഓഫ് മോഡ് എഫ് വൈ ബൈ എഫ് എക്സ് ചെയ്യുമ്പോൾ തന്നെ കിട്ടും. ഇനി തീറ്റ ആർ കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? 180 പ്ലസ് തീറ്റ, 180 പ്ലസ് തീറ്റ ചെയ്ത് കഴിഞ്ഞാൽ തീറ്റ ആർ കിട്ടും. ഇനി ഫോർത്ത് ക്വാഡ്രന്റിലാണ് വരുന്നെങ്കിലോ, ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇത് എഫ് എക്സ്, ഇത് എഫ് വൈ. വളരെ സ്പീഡിൽ പറഞ്ഞു പോകുന്നതാണ്, നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവുന്നതാണ്, വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. പോസിറ്റീവ് എക്സ് ആക്സിന് വിത്ത് റെസ്പെക്ട് ഉള്ളതാണ് വേണ്ടത്. അപ്പൊ പോസിറ്റീവ് എക്സ് ആക്സിന് വിത്ത് റെസ്പെക്ട് എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ ആണ് നമുക്ക് വേണ്ടത്. ഈ ആംഗിൾ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഈ ആംഗിളിൽ നമുക്ക് വേണ്ടത്. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? തീറ്റ നമുക്ക് ഈ റിലേഷൻ വെച്ച് തീറ്റ കിട്ടും. ഇനി ഇവിടെ തീറ്റ ആറിന്റെ കേസിൽ തീറ്റ ആർ വിൽ ബി ഈക്വൽ ടു 360 മൈനസ് തീറ്റ. അല്ലെ, 360 മൈനസ് തീറ്റ ആയിരിക്കും അവിടത്തെ തീറ്റ ആറിന്റെ റിലേഷൻ. ഇത് ഫോർത്ത് ക്വാഡ്രന്റ്, ഇത് തേർഡ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ്. സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. ഓക്കെ, 4 കേസസിനുള്ള ഇക്വേഷൻസ് ആയി. നിങ്ങൾക്ക് നോട്ട് ചെയ്യാവണമെങ്കിൽ നോട്ട് ചെയ്യാം. ബാക്കി നമുക്ക് നാളെ തൊട്ട് നമുക്കൊരു പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. നമുക്ക് നാളെ ഒരു പ്രോബ്ലം